എല്ലാം എനിക്ക് വിശദമായിട്ട് അറിയണം. തകർത്ത് പൊളിച്ചു. ഒന്നും പറയാൻ ഡയറക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. സന്തോഷമായി, നല്ല രസമുണ്ടായിരുന്നു ഓവറോൾ കാണാനായിട്ട്. നല്ലൊരു മൂവിയാണ്. അപ്പൊ വെക്കടാവെടി ഹിറ്റായോ? ഹിറ്റായോന്നോ? ഇതൊരു മൾട്ടി സ്റ്റാർ പടമായിട്ട് ലേബലി വരുമ്പം ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പടം വട്ടത്തിലും നീളത്തിലും പോയി. ഇവർ രണ്ടുപേരും വരുമ്പോ അതിന്റേതായ മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതില്ല. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. മോഹൻലാൽ എന്തിനാണ് ശരിക്കും വന്നതെന്ന് തോന്നിപ്പോയി. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. ഹാലേട്ടനെ പറ്റിച്ചതാ എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞു അല്ലെ. അങ്ങനെ ஃபர்ஸ்ட் லுக் நல்லா இருக்கு, ட்ரெய்லர் நல்லா இருக்குன்னு கூட்டு வந்தானே. நான் தான் சொன்னனே நல்லா இருக்காது. என்ன நம்புறியாடா? ആക്ഷൻ ഒക്കെ ഉണ്ട്, എന്നാലും ഒരു പ്രതീക്ഷ എത്ര വന്നിട്ട്. പാട്രിയറ്റ് എന്ന സിനിമ നല്ല, ഇത് പെട്ടി ഓട്ടോറിക്ഷ എന്നൊരു സിനിമയായിട്ടാണ് വന്നത്. ആക്ടേഴ്സ് ആക്ടിങ് നമുക്ക് ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ദർശനയുണ്ട്, നമുക്ക് രേവതിയുണ്ട്, നയൻതാരയുണ്ട്. തീയാണ് പാട്ട്, തീയാണ് സ്ക്രിപ്റ്റ്, തീയാണ് ഡയറക്ടർ, തീയാണ് ഇതിന്റെ ക്രൂ. പക്ഷെ എല്ലാം നല്ല കിടിലായിട്ടാണ് ചെയ്തത്. മമ്മൂട്ടി നല്ല കിടിലായിട്ടാണ് ചെയ്തത്. ഇത് കഥയുടെ ഒരു ഇതുണ്ട്. ഇത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്.